പാക് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള തദ്ദേശീയരുടെ വിവരങ്ങൾ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടു. കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 14 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. അതിനിടെ ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി ഭീകരവാദ സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടും രംഗത്തെത്തി. ആക്രമണം നടന്നതിന് പിന്നാലെ ഉത്തരവാദിത്തം TDRF ഏറ്റെടുത്തു. ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള പാക് ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരുടെ പട്ടികയാണ് അന്വേഷണ ഏജൻസി പുറത്തുവിട്ടത്. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറുന്ന ഭീകരർക്ക് ഭക്ഷണം, താമസം, ധനസഹായം അടക്കമുള്ളവ ഇവർ എത്തിച്ചു നൽകിയിരുന്നു. 2021-22 കാലത്താണ് ഇവർ ഭീകര സംഘടനയുടെ ഭാഗമായത്. പുൽവാമ ഭീകരർക്ക് സഹായം നൽകിയ ആളും പട്ടികയിലുണ്ട്. പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കുമെതിരെ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുന്നതിനിടെയാണ് പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാടുമായി TRF രംഗത്തെത്തിയത്. ഇത് സംഘടിത സൈബർ ആക്രമണത്തിന്റെ ഭാഗമാണെന്നും ഇന്ത്യൻ സൈബർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണോ പിന്നിലെന്ന് സംശയമുണ്ടെന്നും TRF പറഞ്ഞു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇന്ത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ലെന്നും TRF പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. വിശ്വസനീയമായ തെളിവുകളില്ലാതെയുള്ള ആരോപണങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നതെന്ന പ്രസ്താവനയുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇന്ന് രംഗത്തെത്തി. നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരു അന്വേഷണത്തിനും തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ജലം പാകിസ്ഥാന്റെ സുപ്രധാനമായ ദേശീയ താൽപ്പര്യമാണ്. എന്തു വില കൊടുത്തും എല്ലാ സാഹചര്യങ്ങളിലും അതിന്റെ ലഭ്യത സംരക്ഷിക്കപ്പെടും. സൈന്യത്തിനൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. സമാധാനമാണ് പാകിസ്ഥാന്റെ മുൻഗണന. പക്ഷേ അത് തങ്ങളുടെ ബലഹീനതയായി കണക്കാക്കരുതെന്നും ഷഹബാസ് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടാനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും വളരെ അടുത്ത ആളാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ബലൂചിസ്ഥാനിലെ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോളിന്റെ സഹായത്തോടെ തകർക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. ലാഹോർ വിമാനത്താവളത്തിൽ ഇന്ന് വൻ തീപിടുത്തവുമുണ്ടായി. പാകിസ്ഥാൻ സൈനിക വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ ടയറിന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെന്ന് എയർപോർട്ട് അധികൃതർ പറഞ്ഞു. പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കവുമുണ്ടായി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു പിന്നാലെ ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ഝലം നദിയിലെ വെള്ളം തുറന്നുവിടുകയായിരുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.